നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികളുടെ ശ്രദ്ധ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണികളുടെ പ്രവർത്തന വഴിയിൽ പ്രധാന അളവുകോലാകും. നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന ഫൈനലിന് തൊട്ടു മുൻപുള്ള ക്വാർട്ടർ ഫൈനലായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടത്. ഒടുവിൽ വിജയം UDFന്. ഇനിയുള്ളത് തദ്ദേശമെന്ന സെമി ഫൈനൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായി തദ്ദേശത്തെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ വേറെയാണെങ്കിലും ഭരണവിരുദ്ധ വികാരവും പ്രധാന ഘടകമാകുന്നത് സ്വാഭാവികം. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ LDF 514 വിജയിച്ചപ്പോൾ UDFന് ലഭിച്ചത് 375 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ്. NDA 23 ഗ്രാമപഞ്ചായത്തുകളിൽ വിജയക്കൊടി നാട്ടി. നിലവിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 8 ഇടത്ത് LDFും 6 ഇടത്ത് UDFുമാണ് ഭരിക്കുന്നത്. 11 കോർപ്പറേഷനുകളിൽ 6 എണ്ണം UDFന്റെ കൈകളിലാണ്, 5 ഇടത്ത് LDF. 87 നഗരസഭകളിൽ 50 എണ്ണം ഭരിക്കുന്നത് LDF ആണ്. 36 ഇടങ്ങളിൽ UDFും BJP ഒരിടത്തും ഭരിക്കുന്നു. ഇതാണ് നിലവിലെ ചിത്രമെങ്കിലും നിലമ്പൂരിൽ സർക്കാരിനെതിരായ വികാരം പ്രതിഫലിച്ചിട്ടുള്ളതിനാൽ തന്നെ തദ്ദേശവും LDFന് മുന്നിൽ വലിയ പ്രതിസന്ധിയാകും. അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചിതറി നിന്ന കോൺഗ്രസിനും മുന്നണിക്കും ഫലം കൂടുതൽ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജനവിധി ഭരണമാറ്റത്തിന്റെ തുടക്കമാണെന്ന് UDF നേതാക്കൾ അവകാശപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നില മെച്ചപ്പെടുത്തി മുന്നേറാനാകുമെന്നാണ് പ്രതിപക്ഷ പ്രതീക്ഷ. പുതിയ നേതൃത്വവുമായി കളം പിടിക്കാനിറങ്ങിയ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ ഇനിയും വിയർപ്പൊഴുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.